ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് കുറേ മുമ്പത്തെ വീഡിയോ കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കാരണം ഇത് ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അവിടുത്തെ ആര്യങ്കാവിലെ പൂരത്തിന് തലേ ദിവസം പോയ വീഡിയോ ആണ് കേട്ടോ. ഇത് ഇടാൻ പറ്റിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴത് കണ്ടത്. പിന്നെ വെറുതെ എടുത്ത് വെച്ചതല്ലേ, എഡിറ്റ് ചെയ്തൊക്കെ വെച്ചതല്ലേ എന്ന് വെച്ച് ഇട്ടതാട്ടോ. അപ്പോൾ പോകണമെന്ന് വിചാരിച്ച് പോയതല്ല കേട്ടോ. അമ്മയ്ക്ക് വയ്യാന്നൊക്കെ കുറച്ച് ദിവസം മുമ്പ് വയ്യായിരുന്നു. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ച് പോയത്. അപ്പോൾ കുറവുണ്ടായിരുന്നു, പോയി കണ്ടപ്പോൾ സമാധാനമായി. അപ്പം എന്നാൽ വെറുതെ ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരാമെന്ന് വെച്ച് ഞങ്ങൾ പോയത് കേട്ടോ. ഓട്ടോ വിളിച്ചാൽ പോയി, ഞാനും പിള്ളേരും അമ്മയും ഉണ്ടായിരുന്നു. ഇത് കൂനത്തറ ആ ഭാഗത്തു കൂടെ കേട്ടോ ആര്യങ്കാവിലേക്ക് കയറാം. ഞങ്ങളങ്ങനെ പോയി. നല്ല തിരക്കാട്ടോ, അവിടെ കൂത്ത് തുടങ്ങിയാൽ നല്ല തിരക്കാണ്. പിന്നെ എന്നും തിരക്കാണ്. അത് തലേ ദിവസമാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 96 ദേശം ഉള്ള തട്ടകമാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല രസമാണ് കാണാൻ. രാത്രി തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചത് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ. കുറേ ആയിപ്പോൾ അവിടേക്കൊക്കെ അങ്ങനെ പോയിട്ട് തലേ ദിവസമൊക്കെ ഇതുപോലെ യന്ത്രൂഞ്ഞാലും പിന്നെ കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് കാണാൻ. തൊഴുകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ തൊഴുകാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളിന്ന് എന്തോ നോൺ വെജ് എന്തോ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തൊഴുകാനൊന്നും പോയില്ല. അപ്പോൾ ഇവിടെ പോയി അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ച് പോയതാട്ടോ. അമ്മ പോയി തൊഴുകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അമ്മ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തൊഴുകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ അങ്ങനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാനും ജാനും താനും കൂടി, താനും ജാനും കണ്ടപ്പോഴേ കൈവിട്ട് പോയിരുന്നു. കാരണം അവർ കണ്ടതൊക്കെ വേണം കേട്ടോ. അത് മൈലാഞ്ചി കണ്ടു, അപ്പോൾ അവൾക്കത് വേണം. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഇട്ട് കൊടുത്തു. അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ഇട്ട് കൊടുത്തു. അപ്പോൾ തനുവിനും വേണം, തനുവിനും ചെറുതായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. ഇവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റാളാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കയറി എന്തെങ്കിലും ഒരു റൈഡിൽ ചെറുത് എന്തെങ്കിലും ഇവർക്ക് കയറ്റാമെന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ. ജാനിക്ക് എല്ലാറ്റിലും കയറണം എന്നാൽ പേടിയാണ്. തനുവിന് എല്ലാറ്റിലും കയറണം എന്നുണ്ട്, പക്ഷേ എനിക്ക് അവളെ കയറ്റാൻ പേടിയാട്ടോ. അങ്ങനെ ലാസ്റ്റ് ജാനുട്ടി ഇതിൽ കയറി കേട്ടോ. ഇങ്ങനെ വെറുതെ ഒരു വണ്ടി ഇങ്ങനെ ഇരുന്നാൽ മതി, കറങ്ങിക്കോളും. ഇത് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണോ ആ പയ്യൻ കുറേ നേരം കറക്കിയിരിക്കുന്നു. ഞാൻ നിർത്താൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഞങ്ങൾക്ക് ബോറടിച്ചു അവിടെ നിന്നിട്ട്. അവളാണെങ്കിൽ നിർത്താനും സമ്മതിക്കുന്നില്ല. അങ്ങനെ കണ്ടോ, കുറേ നേരം ഉണ്ട് കേട്ടോ. അത് തന്നെയുള്ളൂ സത്യം പറഞ്ഞു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ച് അത് ഇതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അങ്ങോട്ട് പോരുക ചെയ്തിട്ടോ. പിന്നെ ആ സമയത്താണ് പെട്ടെന്ന് ഇറങ്ങിയ സമയത്താണ് അവിടെ എന്തോ വെടിക്കെട്ടൊക്കെ ഇവിടെ ചെറുതായിട്ട് അപ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തോ കണ്ടു. കുറേ കഴിഞ്ഞ വീഡിയോ എടുത്ത്. പിന്നെ ഇതിൽ കയറണം, ട്രെയിനിൽ കയറണം എന്ന് കുറേ പറഞ്ഞു കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് കയറാൻ വയ്യ, എനിക്കെന്തോ ചമ്മൽ പോലെ. അപ്പോൾ ഞാനും കയറിയില്ല. അങ്ങനെ അതിലൊന്നും കയറിയില്ല കേട്ടോ. അങ്ങനെ തിരിച്ചു പോന്നു.